നമ്മൾ തമ്മിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂല് അത് ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിച്ചുള്ളൊരു ജീവിതത്തിൽ ഒരു ഡോക്ടർ, ഒരു കലാകാരി, അങ്ങനെ നിൽക്കുമ്പം രണ്ട് തൊഴിലുകൾ, രണ്ട് വ്യത്യസ്തമായ തൊഴിൽ, അത് ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന കുറേ സാങ്കേതികപരമായ ഗുണങ്ങളുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ കേസിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഒരുപാട് ടേസ്റ്റുകൾ ഉള്ളതുകൊണ്ടും ഒരുപാട് ഇഷ്ടം. അതന്നെ കാരണം. രണ്ടുപേരും ഡോക്ടർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള എപ്പോഴും ചർച്ച ഡോക്ടറെ കല്യാണം കഴിക്കണോ, വേറെ ആളെ കല്യാണം കഴിക്കണോ എന്നുള്ള ചർച്ച നടക്കാറുണ്ട്. അവിടേക്ക് ഉണ്ടാകുന്ന സ്ഥിരം പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാൽ പോലും ജീവിതത്തിൽ ഒരു കുറച്ചെങ്കിലും കല ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു റിലാക്സേഷൻ വളരെ വലുതാണ് അല്ലേ. അത് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്, കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ നമുക്ക് കല ആസ്വദിക്കാനും അത് കേൾക്കാനും അത് അനുഭവിക്കാനും പങ്കുവെക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ കിട്ടുന്ന ഒരു സ്പേസ് നല്ല രീതിയിൽ. നേരെ തിരിച്ചെന്ത് തോന്നുന്നു? ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഈ തൊഴിൽപരമായിട്ടുള്ള സാമ്യത്തിനേക്കാൾ കൂടുതൽ അത് ഉണ്ടാവുന്നതും ഇല്ലാതിരിക്കുന്നതും ഒക്കെ നല്ലതും ചീത്തയൊക്കെ ആയി മാറുന്നത് എനിക്ക് തോന്നുന്നത് ആളുകൾ തമ്മിലുള്ളൊരു ഈ എന്താ പറയാ വളരെ ബേസിക് ആയിട്ട് രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ചില സാധനങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരുപാട് സമയം സംസാരിക്കാൻ കിട്ടുന്നതെന്നല്ല, സംസാരിക്കാൻ കിട്ടിയാലും സമയം കിട്ടിയാലും ഇല്ലെങ്കിലും പല കാര്യങ്ങളും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് തന്നെയാണ് കാര്യം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഏട്ടന് അങ്ങനത്തെ കുറേ ഇഷ്ടങ്ങളും ഉള്ളത് കൊണ്ടും കൂടിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പക്ഷേ ഇവിടെ വേണമെങ്കിൽ പറയാം. സിത്താര എപ്പോഴും അവളുടെ അമ്മയായി സാമ്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ പറയാറുണ്ട്. കാരണം ഞാൻ പറയും, എനിക്ക് എന്റെ അച്ഛനും ഞാനും തമ്മിലാണ് സ്വഭാവം ഭയങ്കര സാമ്യമുണ്ട്. രണ്ടുപേരും അമ്മയും ഏട്ടനും തമ്മിലാണ് സ്വഭാവ സാമ്യമുള്ളത് ഒന്നാണ്. അവളും അച്ഛനും ശുദ്ധഗതിക്കാരാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എളുപ്പം പറ്റിക്കാം. അവളമ്മയും ഞാനും ഒരല്പം എന്താ പറയാ ദുഷ്ടബുദ്ധിയൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കലി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അതിന് ഒരു ഇനിഷ്യേഷൻ കൂടുതലുള്ള ആളുകളാണ്. എന്താ പറയാ എല്ലാത്തിനും മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു പക്ഷെ അമ്മ എന്ന് പറയുന്ന ആള് ഉള്ളത് കൊണ്ടാണ് എനിക്ക് നമ്മളുടെ കുറെ പോരായ്മകളോ അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയാന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതിന് അമ്മയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അമ്മയുടെ ഒരു സ്വയം മറന്ന് ശരീരം മറന്നിട്ട് സ്ട്രെയിൻ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ സാലി കൃഷ്ണകുമാർ, അമ്മ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും ഭയങ്കര കലാകാരിയാണ്. എന്നുവെച്ചാൽ നല്ലോണം സ്റ്റിച്ച് ചെയ്യും, ശരിക്കും. അമ്മ വീടിനെ ഏറ്റവും ഭംഗിയായി വെക്കാൻ അറിയുന്ന, വീടിനെയും വീട്ടിലുള്ളവരെയൊക്കെ ഭംഗിയായിട്ട് വെക്കാൻ അറിയുന്ന ഒരാളാണ്. നല്ല ആർട്ടിസ്റ്റ് ആണ്, നന്നായി കുക്ക് ചെയ്യും, പിന്നെ ഗാർഡനിങ്ങും ഭയങ്കര ഹോബിയാണ്. പിന്നെ അച്ഛനും അതേമാതിരി തന്നെ. അച്ഛനൊരു അക്കാഡമിഷ്യനാണ്. അങ്ങനെ അച്ഛൻ ഡോക്ടർ കൃഷ്ണകുമാർ. അച്ഛൻ്റെ ഒരു എന്താ പറയുക, അതൊരു ബാലൻസാണ്. അമ്മയും അച്ഛനും കൂടി ചേർന്നിട്ടാണല്ലോ വീട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം, വിവാഹത്തിന് ശേഷം ഏട്ടൻ്റെ ഒരു ഇനിഷ്യേഷൻ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇനേർഷ്യ കൂട്ടത്തിലാണ്. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒട്ടും ഒന്നും ചെയ്യാതിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നതിൽ, പിന്നെ മാത്രമല്ല ഓരോ മനുഷ്യർക്കും ഓരോ ടെമ്പറമെൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ചില സമയത്ത് എൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. എൻ്റെ സ്വഭാവത്തിൽ വിവാഹത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പാവമായിട്ടുള്ള ഒരാളൊന്നുമല്ല. കുറച്ച് ദുഷ്ടതയും കുറച്ച് കുരുട്ട് ബുദ്ധിയും, ആളുകൾ നമ്മളെ പറ്റിക്കാതെ നോക്കണം, മറ്റുള്ളവരെ പറ്റിക്കണം എന്നല്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ കുറേ കൂടെ ഞാൻ ശുദ്ധഗതിക്കാരനായതും നല്ലത് കണ്ടാൽ എളുപ്പം അംഗീകരിക്കാനും ഒക്കെ പഠിച്ചതും വിവാഹത്തിന് ശേഷമാണെന്ന് പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൊച്ചുകുട്ടി കരയുന്നത് കണ്ടാൽ അപ്പം സിമ്പതി ആവുന്ന ഒരാളാണ് സിത്താര. ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം കിടന്ന് കരയുന്ന ഒരാളാണ്.
അപ്പം ഇതൊക്കെ വളരെ നൈമിഷികമായ ഇമോഷൻസ് ആണ്. അതിൽ ഇതിലൊന്നും റിയാക്ട് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഞാനും വളരെ ആർദ്രഹൃദയനും ഭയങ്കര സോഫ്റ്റായി ആയി മാറിയത് കല്യാണത്തിന് ശേഷം. മൊത്തത്തിലൊരു മറ്റേ എനിക്കുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ മാറി മാറി ഞങ്ങൾക്ക് ഒരു ബാലൻസ് വന്നു എന്ന് പറയാം വിവാഹശേഷം. അതാണ് കാര്യമായിട്ട്. അവസരങ്ങളെ കുറിച്ച് എല്ലാവരും ചോദിക്കും. അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വല്ലതും ചെയ്യാറുണ്ടെന്നൊക്കെ എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അവസരങ്ങളിൽ ഒരു പരിധിവരെയെങ്കിലും നഷ്ടപ്പെടാതെ നോക്കണം ഒരു മ്യൂസിക് ടാലന്റ് എന്ന് പറയുന്നത്. അവസരങ്ങളൊന്നും ഒരാളുടെ അടുത്ത് പിടിച്ചു വാങ്ങാനൊന്നും സാധിക്കുന്നതല്ല. എന്ത് ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് വരുന്ന ചില അവസരങ്ങൾ നമ്മളിലേക്ക് എത്താതെ പോകുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ആളുകളിലായിട്ടുള്ള ഇടപഴകാനുള്ളൊരു മടി കൊണ്ടൊക്കെ അത് ഇല്ലാണ്ടായി പോകുന്നത്. ആളുകളുമായിട്ട് വളരെ ഫ്രീ ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും ഇപ്പം എൻ്റെ തൊഴിൽ മേഖലയിൽ പോലും എന്നേക്കാൾ കൂടുതൽ സൗഹൃദം ഏട്ടനോട് ആളുകൾ കീപ്പ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷേ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിനി എന്ത് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല. ടാലൻറ്റ് വേണം. എന്താ പറയുക, അത് നല്ല ടാലൻറ്റ് വേണം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കുറേ ഷോ ബിസിനസ്സൊക്കെ കഴിഞ്ഞാൽ അതങ്ങ് അവസാനിക്കും. അത് നിലനിന്ന് പോകണമെങ്കിൽ, അതിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റ്സിലേക്ക് പോകണമെങ്കിൽ റിയൽ ടാലൻറ്റും വേണം, നല്ല ഇൻ്റലിജൻസും വേണം. അത് ഒരു പക്ഷേ വിജയിക്കുന്ന ഏത് കലാകാരിക്കും അവരുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ അത് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്.